നിങ്ങളുടെ അച്ഛനും അമ്മയും കൊണ്ടുപോയി മര്യാദയ്ക്ക് പെണ്ണി ചോദിച്ചല്ല പോയത്. ഇവള് വരുമെന്നുള്ള പ്രതീക്ഷയല്ലേ ചോദിച്ചു, അവള് ചാടിപ്പോന്നു. അല്ല, അതായത് ചാടി ഇപ്പൊ നിങ്ങള് നല്ല രീതിയിൽ ആ വീട്ടിന്റെ അന്തരീക്ഷം ഒന്നാണോ, അച്ഛനോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേണ്ട, അമ്മാവന്മാരോ കൊച്ചച്ചന്മാരോ അളിയനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയി നല്ല രീതിയിലൊരു അപ്രോച്ച് അല്ല നടത്തിയത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ അറിയാം ഇത് നേരെ ചൊവ്വേ നടക്കുന്ന ഒന്നല്ല എന്നതാണ് സത്യം, അല്ലേ അനിൽ? അപ്പൊ ആ പെൺകുട്ടിയും പുറത്തിറങ്ങി വന്ന് ബസ് കയറ്റി വിടുന്നതിനിടയ്ക്ക് നീ വരുന്നു ഒന്ന് ചോദിച്ചപ്പോൾ അവരും കൂടെ ഇറങ്ങി പോകുന്നു. അപ്പോൾ അതിനകത്ത് ഒരു നീതികേട് നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ചെറുതായിട്ട് വീട്ടുകാരോട് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ രണ്ടുപേരും പ്രണയിച്ച് തീരുമാനിച്ച് രണ്ട് വീട്ടുകാരെയും സമ്മതിക്കത്തില്ല എന്ന് ബോധ്യം വന്ന് അങ്ങനെ ഒളിച്ചോടി പോയി രജിസ്റ്റർ ചെയ്തൊന്നുമല്ല. ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വിവാഹമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബന്ധുക്കൾ ഇതിനകത്ത് ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പരാതി പറയാനൊന്നും അവകാശമില്ല വലുതായിട്ട്. പിന്നെ അവരുടെ ന്യായമായിട്ടുള്ള കാര്യം, അതിൽ ഏറ്റവും നല്ല മറുപടി അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞു. നീ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു, ശരിയായിട്ടുള്ള രീതിയിലല്ല കൊണ്ടുവന്നേ, എങ്കിൽ പോലും അവളുമായിട്ട് നീ ഇവിടെ 8 വർഷം താമസിച്ചു, 2 കൊല്ലം അവിടെ വീട്ടിലും പോയി താമസിച്ചു, അതിൽ 2 കുഞ്ഞുങ്ങളും ഉണ്ടായി. വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുന്നെങ്കിൽ അവരെ തന്നെ കൊണ്ടുവരിക, വേറെ പെണ്ണാന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി താമസിച്ചു. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടൊരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വരാൻ പറ്റി ആ സമയത്ത്. പക്ഷെ രണ്ടാമത് നിങ്ങൾക്ക് അതേ രീതിയിൽ അവരെ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പൊ അതിനകത്ത് കൂടുതലും അനിൽ ചിന്തിക്കണം, അനിലിന്റെ ഭാഗത്താണോ. ഇപ്പോ അനിൽ എന്ത് ജോലിക്കാ പോകുന്നേ? മേസ്തിരി പണിക്ക് പോകുന്നുണ്ട്. ഈ പൈസയൊക്കെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയൊക്കെ കരുതിയൊക്കെ വെച്ചിട്ടുണ്ടോ? പിള്ളേർക്ക് വേണ്ടിയുള്ളത് മാറ്റി വെച്ചേക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ ബാങ്കിലൊന്നും വിട്ടിട്ടില്ല. കാരണം വെള്ളം അടിച്ചു കിടന്നപ്പോൾ ഒന്നും പറ്റില്ല. ഇനിയിപ്പം കുറെ ഉണ്ടാക്കണം, അല്ലെ കുറെ പൈസ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പിള്ളേർക്ക് പുസ്തകം മേടിച്ചു വെച്ചു, ബുക്കും മേടിച്ചു വെച്ചിരുന്നു, കുടം മേടിച്ചു വെച്ചിരുന്നു. ബാഗ് മാത്രമേ ഉള്ളൂ മേടിക്കാതെ, ഡ്രസ്സും മേടിച്ചിട്ടില്ല. അത് വന്ന് അവരുടെ ഇഷ്ടം കണ്ടിട്ട് മേടിക്കാന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള എല്ലാം മേടിക്കുന്നത്. അത് കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാവുന്ന കാര്യമില്ല. അങ്ങ് വിട്ടാത്ത സാധനങ്ങളൊന്നും അല്ലല്ലോ. ഈ വഴക്കും ബഹളവും നടക്കുമ്പോഴേ അവിടെ ഏതോ ഒരു വ്യക്തി അംബികയുമായിട്ട് താല്പര്യമാണ് എന്ന് ഇങ്ങനെ ഉറക്കെ പറഞ്ഞ ഒരു സംഗതി ഇതിനകത്ത് കേട്ടു. അവിടെ വന്ന ഒരു ചെറു മുരുകൻ എന്ന് പറയുന്ന ഒരുത്തം വന്ന് പറഞ്ഞ് അത് തുറന്ന് എന്നെക്കാട്ടി ആധികാരമായിട്ടായി. ഇടി എന്തുവാ അവന് കുഴപ്പം, അവന് എന്തുവാ കുഴപ്പം, അവനെ വരേക്ക് നിൽക്കത്തില്ല. ഞാൻ അന്നേരം അവനെ ചീത്ത വിളിക്കും. ഞാൻ അവനെ ചോദിക്കും, തായും പൂവും കൂടി ഞാൻ അവനെ ചീത്ത വിളിക്കും. നീ ആരാ എൻ്റെ പരിപാടി ചോദിക്കും, ഞാനല്ലേ അന്വേഷിച്ച് കൊടുക്കും. നീ ആരാ ഇവളോട് ചോദിക്കും, നീ ആരടി അവൻ? നിങ്ങൾ വേണം പോയി ചോദിക്കുക, അതൊക്കെ എന്നത്തെ പലരും ചോദിക്കുന്ന ഇവള് പറയാം. അന്നേരം എനിക്ക് ദേഷ്യം കയറി വരത്തേ ഉള്ളൂ. അങ്ങനെ വഴക്കുണ്ടാകും. അല്ലാതെ വഴക്കുണ്ടാകാനായിട്ടൊരു കാരണം എൻ്റെ വീട്ടിലുണ്ടായിട്ടില്ല എന്ന് വരെ. ചോദിക്കുന്നതിന് ഒരു മറുപടി അങ്ങനെ അല്ല ഇങ്ങനെയാന്ന് അയൽവാസിയാണോ? അയൽവാസിയാ. അപ്പോ ഈ അയൽവാസി ഈ ഒരു ആള് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇയാള് മാത്രം വന്ന് ഞാൻ അന്വേഷിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക്. ഇത് മാത്രമല്ല, ഇവിടെ അമ്മ ഒരു ദിവസം പറഞ്ഞു, ഇവിടെ അമ്മ ഒരു ദിവസം ഞാൻ കേൾക്കലെന്ന് പറഞ്ഞ് വല്ലപ്പോഴൊക്കെ നിങ്ങളൊക്കെ മോളെയും വീടും ഒക്കെ ഒന്ന് നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണേ. അന്നേരം ഞാൻ ചോദിച്ചാൽ എന്തോ ഞാനിവിടെ വെറും പണി ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുത്താണ്. നിന്നെ അങ്ങനെ എഴുതിയാൽ പോരേന്ന്. അന്നേരം ഞാൻ ശരി പോട്ടെ, അവർ ഇനി എന്ത് പറഞ്ഞാൽ എന്തേ ആയിക്കോട്ടെ. ഞാനും അന്നേരം വെള്ളം അടിച്ചിട്ട് ഇരിക്കുമല്ലേ, മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്ക് ചൊവ്വ കേൾക്കാഴിയാന്നോ എന്തോ ഞാൻ അങ്ങനെ സാരമാക്കിയില്ല, ഞാൻ അങ്ങ് വിട്ടു. പലതവണയും അതൊരു സദാചാര പോലീസായിരിക്കും ചിലപ്പോൾ. മനസ്സിൽ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കും. എടാ അവർ പറയാൻ കാരണം എന്താ, ഞാൻ എൻ്റെ കാശ് മതിയോ, അന്വേഷിച്ച് കൊണ്ട് കൊടുത്താൽ മതിയോ? അങ്ങനെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നു. പിന്നെ ഒരു വിഷയങ്ങളായി. ഇത്ര ലാസ്റ്റിലാണ് എനിക്ക് മനസ്സിലായിട്ടാ പറഞ്ഞ സാഹചര്യം ഇങ്ങനെ ആയിരിക്കുമല്ലോ എന്നുള്ള. പിന്നെ എനിക്ക് എന്നെ അടിച്ച് ഞാൻ പോയതിനു ശേഷം എനിക്ക് മനസ്സിലായി അമ്മ ഇങ്ങനെ. ഇയാളാണോ അടിക്കാൻ മുൻകൈ എടുത്തൊക്കെ? ഇയാളാണോ? ആരെയാ? ഈ മുരുകൻ. മുരുകനാണ് അടിക്കാൻ. വർഷങ്ങളായിട്ട് അയൽവാസികൾ അല്ലല്ല, അങ്ങനെയുള്ള അയൽവാസി ഒരു ബന്ധമോ ഉള്ളതല്ല. അങ്ങനെ അയൽവാസികളുടെ ബന്ധമോ അല്ല, ഒന്നുമില്ല. ഞങ്ങളവിടെ വീട് മേടിച്ച് താമസിച്ചു. അവിടെ വന്ന് അവിടുന്ന് വെള്ളം കോരാൻ പോകുന്ന ഒരു വീടിനടുത്തുള്ളതാണ്. അത്രയുള്ള ഇതുള്ള, അല്ലാതെ യാതൊരു ബന്ധമുള്ളതല്ല. അതിൽ പുനലൂർ പോകുന്നേക്കാൾ മുമ്പേ കുടിക്കുമായിരുന്നോ? 8 വർഷം വീട്ടിലുണ്ടായിരുന്നു. കുടിക്കുമായിരുന്നു. നല്ല കുടിയുണ്ട്? അങ്ങനെ നല്ല കുടിയൊന്നുമല്ല, വല്ലപ്പോഴും. കാരണം അച്ഛന് പേടിയുണ്ട്, അങ്ങനെ കുടിക്കത്തില്ല. കാരണം അച്ഛൻ കുടിക്കും. ഞാൻ അങ്ങനെ കുടിച്ചിട്ടോടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അതല്ല, പള്ളിയിൽ പോകണം ഞായറാഴ്ച, പിള്ളേർ വളർന്നു വരുന്നു. കുടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അച്ഛനില്ലാത്ത സമയത്ത് കാണിച്ച് മേടിച്ചോണ്ട് വീട്ടിൽ വന്ന് അമ്പി സമ്മതിച്ചിട്ടുണ്ട്. മേടിച്ചോണ്ട് വീട്ടിൽ വന്നോണം കുടിച്ചോണം, അറിയാതെ ഇവിടെ കിടന്നുറങ്ങിക്കോണം. അങ്ങനെ ആയിരുന്നു. അല്ലാതെ കുടിച്ച് മുതുകുടിയനായിട്ട് പോയിട്ടുമില്ല. പക്ഷേ പുനലൂർ വന്ന ശേഷം കുടി അത് അനിലിന്റെ മനസ്സിൽ ഇതാണ്. ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. സ്വന്തം വീട്ടിലായിരുന്നപ്പോൾ അംബിക പ്രതികരിച്ചിട്ടില്ല. അനിലിന്റെ വീട്ടിലായിരുന്നപ്പോൾ അവർ മിണ്ടാതെല്ലാം സഹിച്ച് കഴിയായിരുന്നു.
അവരുടെ വീട്ടിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാതന്ത്ര്യവും പരിചയമുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ അവർ പ്രതികരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ അവളുടെ നാട്ടിൽ വന്നത് കൊണ്ടാണ്, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി, നിങ്ങളുടെ തോന്നലും കൂടെയാണ്. ഇനി അവരിപ്പം നിങ്ങൾ സംസാരിച്ച് പഴയതെല്ലാം മറന്ന് നിങ്ങൾക്ക് കുറ്റപ്പെടുത്തലൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അവരുമായിട്ട് ജീവിക്കാൻ താല്പര്യമാണ്. ഈ പറഞ്ഞ അയൽവാസികളെന്നോ അവരെന്നോ ഇവരെന്നോ അല്ലെങ്കിൽ അവരുടെ തൽക്കാലത്തേക്ക് ഒരു സംരക്ഷകരായിട്ട് സംസാരിച്ച ആൾക്കാരെ കുറിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാത്തൊരു കറയും ഉണ്ടാകാൻ അങ്ങനെ ആരുമായിട്ടുള്ള ഇതൊന്നും വേണം. എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ, ഇനി അവിടെ പുല്ല് വന്ന് താമസിച്ചോണ്ടായിരിക്കാം. ഇപ്പോൾ അനിയൻ വേറെ വീട് വെച്ച് അനിയൻ വേറെ താമസിക്കുന്നത്. ഇപ്പോൾ അച്ഛനും അമ്മയും തനിയേ ഉള്ളൂ. ഞാൻ കഷ്ടപ്പെട്ട പൈസയോട് കൊടുത്ത്, അമ്മ കഷ്ടപ്പെട്ട പൈസയുണ്ട്, അച്ഛൻ കഷ്ടപ്പെട്ട പൈസയുണ്ട്. അവിടെ 3 പേരുടെയും സമ്മതി അനിയൻ്റെ ഇല്ല. കാരണം അവൻ സഹായിക്കുമായിരുന്നു വന്ന് ശാരീരികമായിട്ട്, പൈസ ആയിട്ടില്ലേലും. ഒരുവിധം വലിയൊരു വീട് വെച്ച്, വലിയ വീടെന്ന് പറഞ്ഞാൽ 3 മുറിയും അടുക്കള, ഒരു ഹാള്, അങ്ങനെയുള്ള ചെറിയൊരു വീട് വെച്ച് അവൾക്ക് അവിടെ വന്ന് താമസിക്കാം. 8 കൊല്ലം ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ 8 കൊല്ലവും ഞാൻ എൻ്റെ വീട്ടിലെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. ഇനി അവൾ അവിടെ വന്ന് താമസിച്ചോട്ടെ, മുല്ലൊരു വീട് അവർ കൊടുക്കുകയോ വാങ്ങുമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇവിടെ താമസിച്ചാൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ ചിലപ്പോൾ അവൻ അങ്ങോട്ട് അതിൽ റോഡിൽ കൂടെ അങ്ങോട്ട് പോയപ്പോൾ അവൻ നോക്കിയെന്ന് ഇവൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാനൊന്ന് എവളോട് മിണ്ടിപ്പോയാൽ ഇവള് പറയും നിങ്ങൾ അവിടെ വെച്ച് ഇങ്ങനെയല്ലേ പറഞ്ഞ് അങ്ങനെയല്ലേ പറഞ്ഞെന്ന് ചോദിച്ച് അത് പ്രശ്നങ്ങൾക്ക് ഇടയാവും. അങ്ങനെ ഭാര്യ സംശയം? എനിക്കൊരു സംശയമില്ല. ഞങ്ങൾ പലയിടത്ത് വാടകയ്ക്ക് പോയി താമസിച്ചിട്ടുണ്ട്. പലയിടത്ത് ഗുജറാത്തിൽ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വടശ്ശേരിക്കര തന്നെ പല തോട്ടത്തിനകത്ത് വരെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. ഞാൻ കൊലപ്പാരാത്രി വന്നിട്ടുണ്ട്. രാത്രി പലരുടെ കൂടെ വീട്ടിലോട്ട് കാണുന്നവരുടെ ബൈക്കിൽ, ബന്ധുക്കാരുടെ ബൈക്കിലാണെങ്കിലും കയറ്റി വിടും. ഗുജറാത്തിൽ ഒരുമിച്ചായിരുന്നോ താമസിച്ചത്? ഒന്നിച്ച് കല്യാണം കഴിഞ്ഞ ശേഷം വീണ്ടും പോയി നിങ്ങൾ? അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒരു കുഞ്ഞായതിനു ശേഷം വീണ്ടും പോയി. ഈ 4 വർഷം നിങ്ങൾക്ക് ഈ മക്കളെ 4 വർഷം ഭാര്യയായിട്ടുള്ള ഈഗോ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ കാണാതെ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? രാത്രി പോയാണ്ട് പലതവണ കുടിച്ച് വെളിവില്ല. ഞാൻ അതാ പറഞ്ഞു, കുടിച്ച് വഴി കിടന്നെന്ന് പറയാം. കാരണം പെണ്ണുങ്ങളെ കൂടെ പോയിട്ട് ഞാൻ ഒരിക്കലും പോയിട്ടില്ല, പോത്തുമില്ല. പക്ഷെ കുടിച്ച് മക്കളെ കാണാത്തതിൻ്റെ വിഷമത്തിന് കുടിച്ച് റോഡ് സൈഡിലൊക്കെ കിടന്ന് വണ്ടിയായിട്ട് പോയി വീട് തല്ലി, അവിടെ എവിടെയൊക്കെ വീട് തല്ലി അങ്ങനെ അങ്ങ് പോകത്തുള്ളൂ. അല്ലാതെ മക്കളെ അവൾ കാണിക്കുന്നില്ല, എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ അതേ ഉള്ളൂ. അല്ലാതെ ഞാൻ വേറെ ഒരു തെറ്റിന് ഞാൻ പോയിട്ടില്ല. അത്രയോ? എന്തായാലും അനിലിന് കുടുംബം വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. നമുക്ക് ചോദിക്കാം, അംബിക വിളിച്ച് ചോദിക്കാം. അംബിക അനിലിനെ കണ്ടിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം ഏതാണ്ട് ഒരു 6 മാസത്തിൽ മേലായി കണ്ടിട്ട്. ഇടയ്ക്ക് അവിടെ വരുമ്പം കാണും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ വരുമായിരുന്നു. അങ്ങനെ കണ്ടിട്ടുണ്ട്. 6 മാസത്തിൽ മേലായി കണ്ടിട്ട്, നേരിട്ട് കണ്ടിട്ട്. സംസാരിച്ചിട്ട് 5 വർഷമായി. 5 വർഷമായി. എങ്ങനെ പറ്റി അംബികയ്ക്ക്? എനിക്കറിയത്തില്ല, എന്തോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി. ഞാൻ തന്നെ തിരഞ്ഞെടുത്ത ജീവിതം. ഞാൻ അവരെ വിശ്വസിച്ച് ഞാൻ പോയത്. എൻ്റെ വീട്ടുകാരെല്ലാം ആരുമായിട്ട് ഒരു ഇതും പറയാതെ, ആരുടെടുത്തും ഒന്നും പറയാതാണ് ഞാൻ ഇറങ്ങി അയാളുടെ കൂടെ ഞാൻ പോയത്. പക്ഷേ 2 കൊച്ചുങ്ങളായി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവരുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തുവായിരുന്നു അവിടെ അവരുടെ വീട്ടിലെ പ്രശ്നം? അവരുടെ വീട്ടിൽ കുടുംബമായിട്ടുള്ളവരും എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്. ഒന്നിച്ച് താമസിക്കുന്നത്, മദ്യപിക്കുന്നതായാലും അച്ഛനും മക്കളും എല്ലാം ഒന്നിച്ചാണ്. അതുപോലെ ഭർത്താവും അതുപോലെ നല്ല മദ്യപിക്കുമായിരുന്നു. മദ്യപിക്കുകയും കഞ്ചാവിൻ്റെ ഒരു പൊതി തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കൈ കിട്ടിയിട്ടുമുണ്ട്. അതിനെപ്പറ്റി എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെല്ലാം ഒരുപാട് സംസാരിക്കുകയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ശരി. അപ്പൊ അതുകൊണ്ടാണ് ഈ അടിക്കുമ്പോൾ ഇവരാരും തടസ്സം പിടിക്കാൻ വരാത്തത്. ആരും വീട്ടിൽ നിന്ന് ആരും വരത്തില്ല, ആരും ഒരു തടസ്സത്തിനും വരത്തില്ല, ഒരു കാര്യവും ആരും പറയത്തില്ല. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്ത ഒരു ജീവിതമായതുകൊണ്ട് ഞാൻ ഒരു കാര്യവും എൻ്റെ വീട്ടിൽ പറയത്തില്ലായിരുന്നു. ലാസ്റ്റ് ആയതിനു ശേഷം എൻ്റെ അനിയത്തിയായിട്ട് കോണ്ടാക്റ്റ് ആയതിനു ശേഷം, അനിയത്തിയായിട്ടാണ് ആദ്യം ഞാൻ കൂടെ പോയി കഴിഞ്ഞ് അനിയത്തിയായിട്ടാണ് ആദ്യമേ ഞാൻ ഫോണിൽ സംസാരിച്ച്. പിന്നെ അവളാണ് വീട്ടിൽ വരാനൊക്കെ തുടങ്ങി. അവൾ മുഖാന്തരമാണ് വീണ്ടും ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധമായതും. അങ്ങനെ അവളോടാണ് ആദ്യം ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നതും എല്ലാ കാര്യങ്ങളും വീട്ടിൽ അറിയുന്നതും. വീട്ടിൽ അറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അവരവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഈ അനിയും പെണ്ണും കൊണ്ടുവന്നതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നമായത്.
അവര് അനിയൻ ഒരു പെണ്ണിനെ അടുത്തൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടുകാർ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയും അങ്ങനെ പരാതികളും പ്രശ്നങ്ങളും ഇവര് പിന്നെ പോലീസൊക്കെ പിടിച്ച് ഇവര് അച്ഛനെയും മോനെയും പോലീസൊക്കെ പിടിച്ചായിരുന്നു. അങ്ങനെ അത് തുടർന്ന് അത് തൊട്ടാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങളായത്. അതുവരെ അവര് തങ്ങളെ മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ അവർ അച്ഛനും മക്കളും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ ഉള്ളു. എന്നുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അതിനുശേഷം അവര് തങ്ങളിലേ ഉള്ളായിരുന്നു പ്രശ്നം. പിന്നെ എന്റെ ഭർത്താവും ഞാനും കൂടെ പ്രശ്നമുണ്ട്. അത് അത്ര വലിയ ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടില്ല. പല പ്രശ്നങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല ഞാൻ. ഈ പിന്നെ സുരേഷ് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം സുരേഷിന്റെ ഭാര്യ എങ്ങനെ നല്ല സഹകരണമായിരുന്നോ അംബികയായിട്ട്? ഇല്ല, എന്നോട് സഹകരണമല്ല. എനിക്ക് നേരെ തിരിഞ്ഞുള്ള ആതിരയെന്നതിൻ്റെ പേര്. ആതിരയും ഉഷയെന്ന് പറഞ്ഞാൽ നാത്തൂന്, എൻ്റെ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഞങ്ങളെ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി എന്നുള്ളതാണ്. ഇറക്കി ഞങ്ങൾ അവിടെ തന്നെ താഴെ ഒരു ചെറിയ ഷെഡ് അടിച്ചു കൂട്ടി അവിടെ താമസിച്ചു. അവിടെ ഏതാണ്ട് 1 വർഷത്തോളം താമസിച്ചു. അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് അടിച്ചിറക്കി ആ വീട്ടിൽ നിന്ന്. ഒരുപാടടുത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിട്ട് കുറച്ച് നാൾ താമസിക്കുമ്പോൾ അമ്മ വന്ന് കയ്യ കാലം പിടിക്കും, മക്കളെ നിങ്ങൾ അവിടെ നിൽക്കണ്ട, ഇങ്ങ് വാ എന്നും പറഞ്ഞ് അമ്മയും അപ്പനും കൂടെ വരും. അങ്ങനെ അവർ പറയുന്ന കേൾക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരും. അങ്ങനെ 2-3 അടുത്ത് വാടകയ്ക്ക് താമസിച്ചായിരുന്നു. അല്ല, എന്താ കാരണം അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള കാര്യം? വീട്ടിൽ നിന്ന് ഇവര് മദ്യം, അതാണ് ഏറ്റവും പ്രശ്നം. അതാ മദ്യമാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ട് ഒരാളിനെ മാത്രം ഇറക്കി വിടാൻ കാര്യം എന്താ? അവര് പൊതുവെ പറയുന്ന എല്ലാ മക്കളും ആരും വേണ്ട, എല്ലാരും പിന്നെ വീട്ടിൽ നിൽക്കണ്ട, ആരും വേണ്ടെന്നാ അപ്പം പറയുന്നത്. അപ്പൊ ഈ ആതിരയ്ക്ക് ഇത് പ്രശ്നമല്ല. ആതിരയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കൊണ്ടുവന്ന് കഴിഞ്ഞാണല്ലോ ഇവിടെ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളായത്. അവളെ കൊണ്ടുവന്ന് അവര് ഒരുമിച്ച് ജീവിക്കുന്നതേ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അവര് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. എനിക്കിപ്പം തന്നെ ഓർക്കാൻ അവര് തങ്ങളെ അടിയുണ്ടായി. പിന്നെ ഈ അണ്ണനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിലൊക്കെ ആയിരുന്നു, ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു അവിടെ പത്തനംതിട്ട ഗവൺമെന്റ്. ഞങ്ങളെ ഒരു തരത്തിൽ അവിടെ ജീവിക്കാൻ സമ്മതിക്കാതായപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് പിന്നെ പുനലൂർക്ക് വരുന്നത്. ഇതൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറയുന്നു. പക്ഷെ ഇത് എന്തിന്റെ പേരിലുള്ള പ്രശ്നം? ഈ ആതിരയ്ക്ക് ആ വീട്ടിലെ ഈ ചിട്ടകളൊന്നും പ്രശ്നമല്ലായിരുന്നോ? ആതിരയ്ക്ക് എങ്ങനത്തെ? അല്ല, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക. ആതിരയ്ക്കും എന്നെ പോലെ തന്നെ മദ്യപിക്കുന്നതിനോട് താല്പര്യമുള്ളതല്ല. അവിടെ അവര് തങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. മദ്യപിക്കുന്നതിനെ പറ്റി ചൊല്ലി അവര് തങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആതിര വന്നതിന് ശേഷം എന്തോ പ്രശ്നമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അമ്മയ്ക്ക് കണ്ടുകൂടാ എന്നെ, അപ്പനെ കണ്ടുകൂടാ, പിന്നെ പെങ്ങൾക്ക് കണ്ടുകൂടാ. അത് എന്നെ നല്ലപോലെ ഈ പിന്നെ പെങ്ങളും അമ്മയെല്ലാം എന്നെ നല്ലപോലെ നോക്കി. എങ്കിൽ ഇടയ്ക്ക് പ്രശ്നങ്ങളും ഉണ്ട്. ഓരോ ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന പോലുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. എന്നെ നല്ലപോലെ നോക്കിയത്, എൻ്റെ പ്രസവങ്ങളെല്ലാം അവർ തന്നെ എടുത്തതും. എൻ്റെ നാത്തൂനാണ് എന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നതും എല്ലാം അവളായിരുന്നു. പക്ഷേ ഈ ആതിര വന്നതിന് ശേഷം എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇവരാരും എൻ്റെ അടുത്ത് മിണ്ടത്തില്ല. എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അന്നേരം എല്ലാം ഭർത്താവുമായിട്ട് ഞാൻ പ്രശ്നം ചുമ്മാ ഇങ്ങനെ പിന്നെ കുടിച്ച് മദ്യപിച്ചിട്ട് വരുന്ന സമയങ്ങളിൽ അടിയോ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. അല്ലെ കുറച്ച് നേരത്തേക്കേ കാണത്തുള്ളൂ, അത് മാറും, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷെ പിന്നീടാണ് ഇത് എന്തുവാന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഒരു അംബിക കാരണമാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള കാരണക്കാരി അംബികയാണ്. ഞാൻ കാരണോ? ഞാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ ഈ പ്രശ്നം കൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് വേറെ നമ്മളെവിടെ പോകാൻ, വാടകയ്ക്ക് പോയാലും ഇങ്ങനെ. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ പിന്നെ എൻ്റെ വീടിൻ്റെ അവിടെ നമുക്ക് പോകാം, അവിടെ പോയി ഒരു ചെറിയ വീട് വാങ്ങിച്ച് താമസിക്കാം. നമ്മൾ റോഡ് സൈഡിൽ അങ്ങനെ ഒരു വീട് മേടിച്ച് കഴുത്തെ കിടന്നിച്ച് ഒരു മാല ഉണ്ടായിരുന്നു, അത് കൊടുത്ത് കുറച്ച് പൈസ ആയുള്ളൂ. റോഡ് സൈഡിൽ ഒരു വീട് മേടിച്ച് അങ്ങനെ അവിടെ താമസിക്കുമായിരുന്നു. 3 മാസത്തോളം അവരുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. വടശ്ശേരിക്കര വീട്ടിൽ നിന്ന്. ഈ പുനലൂരിൽ നിന്നല്ലേ അംബിക പിന്നെ അനിലിന്റെ കൂടെ ഇറങ്ങി പോകുന്നത്? ആദ്യം പോകുന്നത് വീണ്ടും ആ നാട്ടിലോട്ട് തന്നെ പോകാൻ ഉണ്ടായ പ്രചോദനം അപ്പോഴത്തേക്ക് അനിയത്തിയായിട്ടൊക്കെ കോണ്ടാക്ട് ആയോ? കോണ്ടാക്ട് ആയി, സംസാരിക്കും, പറയുമെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. എന്നാലും വീണ്ടും അവിടെ ചെന്നാൽ അത് വീട്ടുകാരെ സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു. എനിക്കോ? ഒരിക്കലും ഇല്ല. എൻ്റെ വീട്ടിലല്ലല്ലോ ഞാൻ താമസിക്കുന്നത്. പോയതും എൻ്റെ വീട്ടിലോട്ടല്ല, വേറെ എൻ്റെ പുനലൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ താമസിക്കുന്നത് പിന്നെ വെള്ളിമല എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ ഇപ്പോൾ താമസിക്കുന്നതും ഈ വീട് മേടിച്ചതും പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്രയും കുറച്ച് വ്യത്യാസമുണ്ട്. വീട്ടുകാര് പിന്നെ
എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ പിന്നെ നിങ്ങൾ പുനലൂർ താമസിക്കുന്ന തുടങ്ങിയതിന് ശേഷം എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാവുന്നത്? അവിടെ വടശ്ശേരിക്കരല്ലേ വീട്ടുകാരോ? അല്ല, പിന്നെ നിങ്ങളുടെ അംബികയുടെ വീട്ടുകാർ? എൻ്റെ വീട്ടുകാർ ആ സമയം എന്നോട്ട് സഹകരിക്കുമായിരുന്നു. നിങ്ങൾ പോയി താമസിക്കുമ്പോൾ തന്നെ സഹകരിക്കുമായിരുന്നു. അവിടെ വീട് നോക്കാനൊക്കെ നോക്കി ഇവിടെ വീടുണ്ടെന്ന് അവിടെ ഒരു ചേച്ചി പറഞ്ഞപ്പോൾ നോക്കാൻ പോകാനൊക്കെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നായിരുന്നു. അന്നേരം നല്ല അണ്ണനും അതുപോലെ നല്ല സ്നേഹവും നല്ല ഇതായിരുന്നു. അപ്പം ഈ നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോണില്ല, ഇങ്ങനെ ഇറങ്ങിപ്പോയതാന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെ വീണ്ടും കാണുന്നത് പുനലൂരിൽ പോയി താമസിക്കുമ്പോഴാണോ? അല്ല, കാണുന്നത് അതിന് ഇടയ്ക്ക് വെച്ചാണെങ്കിൽ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വരുവോ പോവുകയൊക്കെ ചെയ്യുമായിരുന്നു? ഇടയ്ക്ക് വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് അനിയത്തി ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് വരാൻ തുടങ്ങിയത്. അവിടെ നിങ്ങളുടെ പുനലൂർ വീട്ടിൽ താമസമാക്കിയതിന് ശേഷം അനിലിൻ്റെ പെരുമാറ്റത്തിൽ ഈ കൂടുതൽ മാറ്റം വന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഒരുപാട് മാറ്റമായി, ഇവിടെ വടശ്ശേരിക്കര ഉണ്ടായിരുന്നതിനേക്കാൾ മോശമായി എന്നാൽ പ്രത്യേകിച്ച് കാരണം വല്ലതും ഉണ്ടോ അതിന്? പ്രത്യേകിച്ച് കാരണം കൂട്ടാണ്. അവിടെ എല്ലാവരുമായിട്ടും കമ്പനിയായി? എല്ലാവരുമായിട്ടല്ല, അവിടെ ഒരു കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ. ഇവിടെ പുനലൂര് ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ചത്, ഞങ്ങൾ കളിച്ച് വളർന്ന ഒരു വ്യക്തിയാണത്. പക്ഷെ അവനുമായിട്ടുള്ള കൂട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂട്ടുകൂടി ഒരുപാട് കാര്യങ്ങൾ, വേറെ ഉള്ള കാര്യങ്ങളൊക്കെ, അവൻ്റെ പോക്ക് വരവ് കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയും. അന്നേരം ഞാൻ പറയും, നിങ്ങൾ അങ്ങനെയൊന്നും പോവുക എടുക്കുകയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമായിരുന്നു. മറ്റു സ്ത്രീകളുമായിട്ടുള്ള മോശപ്പെട്ട സ്വഭാവമൊക്കെ ഉള്ള ആളാ. അപ്പൊ ആ ഒരു കൂട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഇയാള് ആ ഒരു സ്വഭാവത്തിലേക്ക് കൂടുതൽ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ അനിയൻ പെണ്ണ് കൊണ്ടുവന്നപ്പം ഈ കേസൊക്കെ ആയെന്ന് പറഞ്ഞ് ഇറക്കാനായിട്ട് പറ്റിയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് അനിയത്തി ഇതുപോലെ ഗുജറാത്തിൽ പോവായിരുന്നു, ബോംബെയിൽ ചെമ്മീൻ ഫാക്ടറിയിലായിരുന്നു. അപ്പോൾ അവള് എന്നെ പോവാണെന്ന് വിളിച്ച് പറയാൻ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞടി ഇതുപോലെ അണ്ണനൊരു പ്രശ്നമുണ്ട്, പറ്റിയിട്ടിലുള്ള ആളില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ അവള് വരാമെന്നും പറഞ്ഞ് വന്നപ്പം പിന്നെ പറ്റിയിട്ടിയുടെ ഇതും പറ്റിയിട്ടി അടച്ചതിൻ്റെ പേര്, അച്ഛൻ്റെ പേരും ഈ തിരിച്ചറിയ കാർഡിൻ്റെ പേരുമായിട്ട് വ്യത്യാസം വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നേരം അവൾ വന്നപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്നായിരുന്നു, സിനി എന്ന പേര്, എരുമേലിലുള്ള. അങ്ങനെ ആ കൊച്ചിൻ്റെ പറ്റിയിട്ട് പിന്നെ അവൾ പറഞ്ഞു ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് അവൾ പോയി എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവരെ അങ്ങനെ ഇറക്കിയത്. പിന്നീട് ഞങ്ങൾ ഈ പ്രശ്നം ആയതിനു ശേഷം പറഞ്ഞ ഒരു പ്രാവശ്യം അണ്ണനും ആ കൊച്ചും കൂടെ ഇതുപോലെ എരുമേലിൽ ഒരു കടയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇറങ്ങി. ഞങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി വരുന്ന കണ്ട് ഇപ്പോൾ അവരുടെ കൂടെ ആണോ എന്നൊക്കെ എന്നോട്, ഇവരുടെ ബന്ധത്തിൽ തന്നെ, പക്ഷെ പേര് ഞാൻ പറയത്തില്ല, ഇവരുടെ ബന്ധത്തിൽ തന്നെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടും പിണങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ അണ്ണനാണെങ്കിൽ ഞാൻ ഇതുപോലെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഉപദ്രവം, ശരിക്കും ഞാൻ ഉപദ്രവം കൊണ്ടിട്ടുണ്ട്. ഉപദ്രവിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ പോവും. 2 ദിവസം 3 ദിവസം വീട്ടിൽ പോയി നിൽക്കും. അന്നേരം ആൾ വേറെ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവിടെ അടുത്തുള്ളവരാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. കാരണം ഒരു കുടുംബം എങ്ങനെയും മുമ്പോട്ട് കൊണ്ടുപോകണം, 2 കുഞ്ഞുങ്ങളുണ്ട്, അവരെ എങ്ങനെയെങ്കിലും ജീവിക്കണം, ഒരു പെങ്കൊച്ചുണ്ട് പ്രത്യേകിച്ച്. ആ ഒരു ചിന്തയിൽ ഞാൻ മുമ്പോട്ട് പോകാമെന്നുള്ള രീതി ഒരുപാട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നത്. ലാസ്റ്റ് നാട്ടുകാരിടപെട്ട്, കാരണം എന്നും വീട്ടിൽ അടിയാണ്. വൈകുന്നേരം ആകുമ്പോൾ ഞാനും കൊച്ചുങ്ങളും പേടിച്ചിരിക്കും. കാരണം ജോലിയും കഴിഞ്ഞ് ചിലപ്പം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് അടി ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മദ്യപിച്ചിട്ട് വന്ന് പിന്നെ ഇതുപോലെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വന്ന് പിന്നെ അത് വലിയ വഴക്കില്ല.